മമ്പുറം വി.കെ. പടിക്കും തലപ്പാറക്കും ഇടയിലുള്ള അരീത്തോട് വലിയ പറമ്പിൽ ദേശീയപാത താഴ്ന്നതിനെ തുടർന്ന് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു. യാർനഗർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുത്തിയിരുന്നു പ്രതിഷേധിച്ചത്. സർവീസ് റോഡിലൂടെ കടന്നുപോയ KNRCയുടെ വാഹനവും പ്രതിഷേധക്കാർ തടഞ്ഞു. അപകട മേഖല സന്ദർശിക്കാൻ മന്ത്രി റിയാസ് ഇതുവരെയും തയ്യാറായില്ലെന്നും നേരത്തെ തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചതാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. മമ്പുറം വി.കെ. പടിക്കും തലപ്പാറയ്ക്കും ഇടയിലുള്ള അരീത്തോട് വലിയ പറമ്പിലാണ് ഓവുപാലം താഴ്ന്നതിനെ തുടർന്ന് ദേശീയപാതയുടെ സുരക്ഷാ ഭിത്തിയടക്കം താഴ്ന്നിട്ടുള്ളത്. നിലവിൽ അരീത്തോട് മുതൽ താഴ്ന്ന ഭാഗം വരെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾക്കും വിള്ളലുകൾക്കും എതിരെയാണ് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചത്. ഓവുപാലവും സുരക്ഷാ ഭിത്തിയും താഴ്ന്ന വലിയ പറമ്പിൽ സർവീസ് റോഡിൽ കുത്തിയിരുന്നാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിനിടെ സർവീസ് റോഡിലൂടെ കടന്നുപോയ KNRCയുടെ വാഹനവും പ്രതിഷേധക്കാർ തടഞ്ഞു. ആളക്കൊല്ലി റോഡുണ്ടാക്കിയ BJP സർക്കാർ തുറയട്ടെ. BJP സർക്കാർ തുറയട്ടെ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? വീണ്ടും വീണ്ടും പണിയുന്നു, വീണ്ടും പണിയുന്നു, പൊട്ടി പൊട്ടി തകരുന്നു, പൊട്ടി പൊട്ടി തകരുന്നു. ഒറ്റക്കല്ലിൽ മതിലുണ്ടാക്കി, ഒറ്റക്കല്ലിൽ മതിലുണ്ടാക്കി, ഒറ്റക്കല്ലിൽ മതിലുണ്ടാക്കി, ഒറ്റക്കല്ലിൽ മതിലുണ്ടാക്കി, മണ്ണ് കൊണ്ടൊരു മലയുണ്ടാക്കി, മണ്ണ് കൊണ്ടൊരു മലയുണ്ടാക്കി, മണ്ണ് കൊണ്ടൊരു മലയുണ്ടാക്കി, മണ്ണ് കൊണ്ടൊരു മലയുണ്ടാക്കി, ആളക്കൊല്ലി റോഡുണ്ടാക്കിയ, ആളക്കൊല്ലി റോഡുണ്ടാക്കിയ, ആളക്കൊല്ലി റോഡുണ്ടാക്കിയ ആളക്കൊല്ലി റോഡുണ്ടാക്കിയ BJP സർക്കാർ തുറയട്ടെ. നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതകളും നിർമ്മാണം അശാസ്ത്രീയമാണെന്നും നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതർ അത് ഗൗരവത്തിലെടുത്തില്ലെന്നും അതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷംസു പുള്ളാട്ട് പറഞ്ഞു. റീൽസ് എടുത്ത് നടക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അപകട മേഖല ഇതുവരെയും സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം ഇവിടെ സന്ദർശിക്കണമെന്നും ഷംസു പുള്ളാട്ട് ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേന്റെ പല ഭാഗങ്ങളിൽ റോഡ് വിള്ളലും പൊട്ടലും ഒക്കെ ആയിട്ട് വലിയ ഭയാനകമായ രീതിയിലാണ് നാഷണൽ ഹൈവേന്റെ അവസ്ഥ ഇപ്പം നിലവിലുള്ളത്. കൂരിയാട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ ഉണ്ടായ സംഭവങ്ങളും ഇപ്പോഴും അവിടെ അധികൃതരുടെ അലംഭാവമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോട്ടിൽ ഇപ്പൊ തലപ്പാറയിൽ വിള്ളൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇതാ ഇവിടെ റോഡ് ഇരുന്നിട്ടുണ്ട്. ഈ താഴത്തെ ഈ ചെറിയ ഓവുപാലം പാടെ ഇരുന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് പോലും KNRCയുടെ ഇതിന്റെ നിർമ്മാണ അധികൃതരെ വിളിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് അത് അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തട്ടിമാറ്റാണ്. അപ്പൊ അവർക്കൊന്നും ഇതിൽ ഒരു ആശങ്കയില്ല. അതോടൊപ്പം തന്നെ ഇതിൽ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ഭീതിയാണ്, വലിയൊരു ആശങ്കയിലാണ് ജനങ്ങൾക്ക് ഇവിടെ ഉള്ളത്. യാത്ര ചെയ്യാൻ പോലും ആളുകൾക്ക് പേടിയാണ്, വലിയ ബേജാറിലാണ് എല്ലാ ജനങ്ങളും. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ ഇത് പ്രധാനപ്പെട്ട റോഡാണ്. ഇത് വേങ്ങരയിലേക്കോ അല്ലെങ്കിൽ ചേളാരിയിലേക്കോ തിരുവനങ്ങാടിലേക്കോ യാത്ര ചെയ്യുന്ന ആളുകളല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് ഇതിന്റെ ഈ റോഡിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ജീവഹാനി ജീവൻ വിലപ്പെട്ടതാണ്. ഈ റോഡ് ഈ രീതിയിലാണെങ്കിൽ ഏത് സമയത്തോ പൊട്ടിപ്പൊളിയ, എപ്പോഴാണ് ഇവിടെ അപകടം ഉണ്ടാവുക, എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി. ഇത് അശാസ്ത്രീയമാണ് എന്ന് പലവട്ടം ഇവിടുത്തെ ജനപ്രതിനിധികളും MLA അടക്കമുള്ള ഞങ്ങൾ യൂത്ത് ലീഗ് അടക്കമുള്ള യുവജന സംഘടനകൾ പറഞ്ഞാണ് ഈ നിർമ്മാണ പ്രവൃത്തി അശാസ്ത്രീയമാണ്. ഇതൊരിക്കലും നിർമ്മാണ പ്രവൃത്തി ശാസ്ത്രീയമായ രീതിയിലല്ല, പുനഃപരിശോധിക്കണം, നിർമ്മാണ പ്രവൃത്തിയിൽ അപാകതകൾ ഉണ്ടെന്ന് പല തവണ ഇത് ചൂണ്ടിക്കാണിച്ചാണ്. ആ ചൂണ്ടിക്കാണിച്ചതിന് ശരിവെക്കും പോലെയാണ് ഇപ്പൊ ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന വിള്ളലുകളും പൊട്ടലും ഓവുപാലം ഇരിക്കലും പാലം വീഴലൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ അന്ന് പറഞ്ഞ ആ രീതിയിലുള്ള സംഭവങ്ങളെ
അടിവരയിടുന്നത് പോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു അറുതി വേണം. ബന്ധപ്പെട്ട ഇപ്പോൾ ഇതിന്റെ കേരള പൊതുമരാമത്ത് മന്ത്രി കോഴിക്കോട്ടുകാരനാണ്. എന്നിട്ട് പോലും ഇവിടെ ഈ അപകടം സംഭവിച്ചു, ഇത്രയും വലിയൊരു അപകടം സംഭവിച്ച നാഷണൽ ഹൈവേ ഇവിടെ നിന്ന് റീലെടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നു. പക്ഷെ ഇവിടെ അപകടം സംഭവിച്ചിട്ട് അദ്ദേഹം ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയുടെ പല ഭാഗത്തും സംഭവിക്കുന്നു. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സമാന മര്യാദ കാണിച്ച് അദ്ദേഹം ഇതൊന്ന് സന്ദർശിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ്, തിരൂരങ്ങാടി മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് CH അബൂബക്കർ സിദ്ദീഖ്, AR നഗർ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി KK സക്കറിയ, PK മുഹമ്മദ് ഹാജി, ലിയാഖത്ത് അലി കാവുങ്ങൽ, ജിഷ ടീച്ചർ, CK ജാബിർ തുടങ്ങിയവരും മറ്റു പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.